ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം വാനോളമുയർത്തി വണ്ടൂരിൽ പെൺപടയുടെ പോരാട്ടം. പ്രായവ്യത്യാസമില്ലാതെ വനിതകൾ മൈതാനത്തിറങ്ങിയ ആവേശ പോരാട്ടത്തിൽ അർജന്റീന ജേതാക്കളായി. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലായിരുന്നു ഈ വേറിട്ട ഫുട്ബോൾ മാമാങ്കം. വണ്ടൂർ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലാണ് ലോകകപ്പ് ഫുട്ബോളിന് മുന്നോടിയായി ആവേശം നിറഞ്ഞ മത്സരമൊരുക്കിയത്. മത്സരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ CDS നടത്തുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു പരിപാടിയിലാണ് ഇന്ന് നമ്മൾ. ഫിഫ വേൾഡ് കപ്പിന് മുമ്പായിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രചരണാർത്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെയുള്ളൊരു പരിപാടിയാണ്. എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടുന്ന, മറ്റ് കുടുംബശ്രീകൾക്ക് പോലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അതുപോലെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെയാണ്. എന്നാൽ ഇത് സ്ത്രീകൾ ഫുട്ബോൾ കളിച്ചുകൊണ്ട് ആ വേൾഡ് കപ്പിന് ഒരു പ്രചരണം കൊടുക്കുക. നമ്മൾ മുൻപ് കണ്ടിരുന്നത് സ്ത്രീകൾക്ക് ഒരു അതിജീവനത്തിൻ്റെ ഊർജം പകർന്നു കൊടുക്കുന്ന ഒരു കുടുംബശ്രീ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് മുന്നോട്ട് പോയി, പ്രത്യേകിച്ച് വണ്ടൂർ കുടുംബശ്രീയിലെ CDS അൻഷിതയെയും ഭാരവാഹികളെയും ഒക്കെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് അഭിനന്ദിക്കുകയാണ്. പ്രായത്തിന്റെ അതിർവരമ്പുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് വണ്ടൂരിലെ അമ്മമാരും സഹോദരിമാരും മൈതാനത്തേക്ക് കാൽപന്തുകളിയുമായി ഇറങ്ങിയത്. CDS പ്രസിഡന്റ് M അൻഷിതയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ഞങ്ങൾ വണ്ടൂർ CDSന്റെ ആഭിമുഖ്യത്തിൽ ഫിഫ വേൾഡ് കപ്പ് വരുന്നുണ്ടല്ലോ, അപ്പോ അതിന്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ വണ്ടൂരിന്റെ കുടുംബശ്രീ മൊത്തം ആളുകൾ പെൺപടയില് ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് എത്തണം. എല്ലാരും പറയും കുടുംബശ്രീ അടുക്കളയിലാണ്. അപ്പൊ ഞങ്ങള് ഒന്ന് അരങ്ങത്തേക്ക് ഗ്രൗണ്ടിൽ തന്നെ ഇറങ്ങിങ്ങാണ്ട് കളിച്ചാൻ വന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഇന്ന് ഇവിടെ കളിച്ച ആൾക്കാർ 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. 85 വയസ്സ് വരെയുള്ള ആളുകളാണ് ഇതില് കളിച്ചിട്ടുള്ളത്. എല്ലാരും ഇന്നിപ്പോ ഇവിടെ കളിച്ച ആളുകളൊക്കെ പറയുന്നുണ്ട്, ഇത് എന്തുകൊണ്ട് നമ്മളിത് ആദ്യം തുടങ്ങിയില്ല, ഇനി മുതൽ എല്ലാ ഫിഫ എന്നാണോ വരുന്നത് ആ വർഷമൊക്കെ ഞങ്ങള് ഇതിന്റെ മുന്നോടിയായിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഇതിലും വലുതായിട്ട് തന്നെ നടത്തുന്നില്ല തീരുമാനം എടുത്ത പ്രകാരമാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോണത്. കളിയോടുള്ള സ്നേഹത്തിൽ പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് 65 വയസ്സുള്ള മുതിർന്ന അംഗങ്ങൾ വരെ ജേഴ്സി അണിഞ്ഞ് കളത്തിലിറങ്ങിയെന്നത് ഈ മത്സരത്തിന്റെ മാറ്റുകൂട്ടി. ഞാൻ എക്സ്പീരിയൻസ് ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ബോയ്സ് ഗ്രൗണ്ടില് സ്കൂൾ പഠിക്കുന്ന കാലത്ത് അന്ന് അവിടെ ടീമായിട്ട് കളിച്ചിരുന്നു. ഇപ്പൊ നമ്മളെ പ്രായം 64-65 വയസ്സായി. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇവരെ കൂടെ ഞാൻ വിട്ടുകൊടുക്കാതെ കൂടും. തോൽവി ജയം എനിക്കൊരു പ്രശ്നമല്ല. തോറ്റാ അവിടെ പോയിരിക്കാം, ജയിച്ചാ പിന്നെ ഒന്നും കൂടി കൈ ഊക്കടിക്കാം, അത്രയുള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു കൂട്ടായ്മയോട് കൂടി ഇതിൽ കളിക്കുന്നുള്ളൊരു വാശിയായിരുന്നു. ഇതൊരു ജയവും തോൽവിയല്ല. ഇതെന്താ വെച്ചാൽ നമുക്കൊരു കുടുംബശ്രീയുടെ അരങ്ങിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ നടത്തിയെന്നുള്ളൂ. അത് ഇനി തലമുറ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊന്ന് ഒരു സൂചന കൊടുത്തു എന്നുള്ളൂ, തുടങ്ങി വെച്ചു എന്നുള്ളൂ. അല്ലാണ്ട് വിമൽ ചേച്ചി എല്ലാ സ്പോർട്സ് കലാപരിപാടി എന്തൊക്കെ ഉണ്ടോ ആ ഗ്രൗണ്ടിലൊക്കെ വിമൽ ചേച്ചി, എന്റെ പേര് വിമൽ ചേച്ചിയാണ്. ഞാൻ ആ ഗ്രൗണ്ടിൽ മുഴുവൻ ഞാനും ഉണ്ടാവും. ഇനി അത് എന്താ വെച്ചാല് നമുക്കൊരു റിക്കാർഡ് പോലെയാണ് എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റിൽ വണ്ടൂർ അങ്ങാടിയിൽ ലേഡീസ് സൈക്കിൾ ചവിട്ടി നടന്ന ആളാണ് ഞാൻ ഫസ്റ്റില്. അത് ഈ വണ്ടൂർ അങ്ങാടിയിൽ ആരോട് ചോദിച്ചാലും അറിയാം. അങ്ങനെ നടന്നോ, കാരണം 65 വയസ്സായില്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളാണ് ഞാൻ.
അപ്പൊ ഉള്ള കുട്ടികളെയും നിങ്ങളുടെ താല്പര്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനും ഇറങ്ങി കൊടുത്തു എന്നുള്ളൂ. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അർജന്റീന ടീം വിജയകിരീടം ചൂടി. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ വിജയികൾക്ക് ട്രോഫി വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ്, സ്ഥിരസമിതി അധ്യക്ഷരായ ബൈജു ചെമ്പ്ര, ഷാഹുൽ ഹമീദ്, നിഷ മാധവൻ, പഞ്ചായത്ത് അംഗം CT ചെറി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MP ഹരീഷ്, CDS വൈസ് പ്രസിഡന്റ് KT ഷഹർ ബാനു, T ഹസീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.